എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ആദ്യമായിട്ട് മഞ്ഞ് പെയ്ത ദിവസമാണ്. അപ്പോൾ ഈ വിൻ്ററിലെ ആദ്യത്തെ മഞ്ഞ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം എന്ന് ഞാൻ കരുതി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വൈകുന്നേരങ്ങൾ ഇരിക്കുന്നത്. നല്ല രാത്രിയാണ് കേട്ടോ, മഞ്ഞ് വീണതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ടേ മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, 1-2 മണിക്കൂറായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ നല്ല പോലെ പെയ്തു. ഇത് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ കരുതി ഈ സീരീസിൽ തന്നെ ഇടാം എന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഞാനൊരു പുതിയ ക്രിസ്മസ് സീരീസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു സ്വിസ് ചീസ് ഫോണ്ടി ഉണ്ടാക്കാമെന്ന് കരുതി. പാവലിൻ്റെ ഫേവറേറ്റാണ്, ഇവിടുത്തെ ട്രഡീഷണൽ ഡിഷുമാണ്, അതായത് സ്വിറ്റ്സർലൻഡിൽ. എനിക്കത്ര ഭയങ്കര താല്പര്യമില്ല ചീസ്. മേ ബി ഞാൻ ഇഷ്ടമില്ലാത്ത ടൈപ്പ് ഉള്ള ഫോണ്ടി കഴിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് വാസ് അമേസിങ്. ഐ ഡിസൈഡഡ് ടു ട്രൈ ഇറ്റ് വിത്ത് പാവൽ വൺസ് അഗെയിൻ അല്ല, ഞാൻ കുറച്ച് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാവലിൽ കുറച്ച് ഗാർലിക് ഫ്ലേവറൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഈ ഫോണ്ടി എന്ന് പറഞ്ഞാൽ ചീസാണ്. അത് നമ്മൾ മെൽറ്റ് ചെയ്യും, ഒരു 3 മിനിറ്റൊക്കെ മെൽറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും, നമുക്ക് അങ്ങനത്തെ പെർട്ടിക്കുലർ ചീസ്. അതിനകത്ത് കുറച്ച് ആൽക്കഹോൾ കണ്ടൻറ്റും ഉണ്ടാവും, അതുകൊണ്ടാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. നോർമലി ഇത് ഉണ്ടാക്കുമ്പോൾ വൈനൊക്കെ ഒഴിച്ചിട്ട് നോർമൽ ചീസാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിനകത്ത് പ്രൊസക്കോ ആണോ മിക്സ് ആയിരുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇത് ഓൾറെഡി അങ്ങനത്തെ ഒരു പാക്കേജായിരുന്നു. നമ്മളത് മെൽറ്റ് ചെയ്തോന്നേ ഉള്ളൂ. അപ്പം ചീസ് മെൽറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ കുറച്ച് പൊട്ടാറ്റോ ചുമ്മാ ബോയിൽ ചെയ്ത് വെച്ചു പ്രഷർ കുക്കറിൽ. ഇതിൽ നമ്മൾ പിക്കിൾസ് മുക്കി കഴിക്കാം, അതായത് ക്യൂക്കുംബർ അങ്ങനത്തെ പിക്കിൾ മുക്കി കഴിക്കാം. അല്ല പിക്കിൾ ഷാലറ്റ്സ്. പിന്നെ ബ്രെഡാണ് മെയിൻ, നല്ല ഹാർഡ് ബ്രെഡ്, അതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ മുക്കി കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ട്രഡീഷൻ. പക്ഷേ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റോറി ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് 2 വർഷം മുമ്പുള്ള ക്രിസ്മസിൻ്റെ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലിക്വിഡ്, ഇത് ബേൺ ചെയ്യുന്ന ലിക്വിഡാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമ്മളിതിനെ അടച്ചു വെച്ച് കത്തിക്കും. എന്നിട്ട് ഈ ഫോണ്ടി വെക്കാനുള്ളൊരു സ്പെഷ്യൽ ഒരു അപ്ലയൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ട് ഇത് ചെറിയൊരു ബേണിങ്ങേ വരുള്ളൂ. അപ്പം ഈ ചീസ് അവിടെ വോമായിട്ട് തന്നെ ഇരിക്കും, അത് കട്ട പിടിച്ച് പോവില്ല നമ്മൾ ഈ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. നല്ല തണുപ്പുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര രസമാട്ടോ. എന്നിട്ട് ഞങ്ങൾ വേറെ കുറച്ച് എക്സ്ട്രാ ഗാർലിക്കും കൂടിയിട്ട് ചീസ് ഇത് കണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ബോയിലായിക്കൊണ്ടിരിക്കും. ഇത് ടു മെയിൻറ്റെയിൻ ദ ഹീറ്റ് എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടാത്തപ്പം ഇത് തീരുമ്പോൾ നമുക്കിത് ഈ ഫ്ലെയിം ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അടച്ചു വയ്ക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതുപോലെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഇതിന് ബിഗ് ആയിട്ടുള്ളൊരു ഫോർക്കുണ്ട്. അപ്പം ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായി, ഞാനും നല്ല എക്സൈറ്റഡ് ആയിട്ട് അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഈവനിങ് ചില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത ക്രിസ്മസ് സീസൺ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.